വൈശാഖ് ലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോൾ രണ്ട് സിസ്റ്റർമാർ അടുത്ത് നിന്ന് അവളുടെ കാലും കൈയുമൊക്കെ പതുക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. വൈശാഖേട്ടാ, എനിക്ക് വയ്യ. പ്ലീസ് വൈശാഖേട്ടാ, എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യാൻ ഇവരോട് പറയുമോ? പ്ലീസ്. എൻ്റെ അമ്മേ, എനിക്ക് വയ്യ. ലക്ഷ്മി അലമുറയിട്ട് കരയുകയാണ്. വൈശാഖന് തല ചുറ്റണതുപോലെ തോന്നി. ആ, അങ്ങനെ ചുമ്മാ സിസേറിയൻ ചെയ്യാൻ പറ്റുമോ? കുറച്ച് സമയം കൂടി സഹിക്ക്. ലക്ഷ്മിക്ക് ഡെലിവറി ആകേണ്ടേ? ഡോക്ടർ പറഞ്ഞു. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. വൈശാഖേട്ടാ, ഡോക്ടറോട് ഒന്ന് പറയ് പ്ലീസ്. ലക്ഷ്മി ആകെ തളർന്നിരുന്നു. ഡോക്ടർ രേണുക ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. എൻ്റെ അമ്മേ, എനിക്ക് തല ചുറ്റണതുപോലെ. സിസ്റ്റർ, ഇത്തിരി വെള്ളം തരുമോ? പ്ലീസ്. ലക്ഷ്മി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഫ്ലൂയിഡൊക്കെ നന്നായി പോകുന്നുണ്ട് ലക്ഷ്മി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മോൾക്ക്, കുറച്ച് പ്രായമുള്ള ഒരു സിസ്റ്റർ അവളോട് പറഞ്ഞു. സിസ്റ്റർ പ്ലീസ്, സിസ്റ്റർ, എങ്കിലും ഒന്ന് പറയൂ, എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യാൻ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഞാനിപ്പോൾ മരിച്ചു പോവും. ഡോക്ടർ, ലക്ഷ്മി പറയണത് പോലെ. അത് പറയുമ്പോൾ അവനും കരഞ്ഞുപോയി. ആ, ഞാനാണെങ്കിൽ ലക്ഷ്മിക്ക് ധൈര്യം കൊടുക്കാനായി വിളിച്ച ആള് ദേ ഇരുന്ന് കരയുന്നു. ലുക്ക് മിസ്റ്റർ വൈശാഖൻ, ഈ കുട്ടി ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നോർമൽ ഡെലിവറി ആകും. വെറുതെ എന്തിനാ സിസേറിയൻ ചെയ്യാൻ തുനിയേണ്ടത്? അതിന് ഞാൻ തയ്യാറല്ല കേട്ടോ. വൈശാഖേട്ടാ, ലക്ഷ്മി കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവളുടെ മുഖം കാണുന്തോറും അവന് ചങ്കു പൊട്ടണതുപോലെ തോന്നി. കരയാതെ, കുഞ്ഞുവാവ പെട്ടെന്ന് വരും മോളെ. അവൻ അവളുടെ നെറുകയിൽ തലോടി. ഓക്കെ ഓക്കെ, ഇനി ഏട്ടനെ പറഞ്ഞു വിട്ടേക്കാം. ഇല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ ബോധം കെട്ടു പോകും കേട്ടോ, ഡോക്ടർ രേണുക പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ? തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ഇറങ്ങിപ്പൊയ്ക്കോളാൻ അവനോട് ശിരസ്സുകൊണ്ട് ആംഗ്യം കാണിച്ചു. എൻ്റെ ഈശ്വര, ആണായാലും പെണ്ണായാലും ഈ കുഞ്ഞു മാത്രം മതി. ഇനി അതിന് ഒരു മാറ്റവുമില്ല. തൻ്റെ ലക്ഷ്മിയുടെ കരച്ചിൽ കാണാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഒന്ന് കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ ഓർത്തു. ഡോക്ടർ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ? പ്ലീസ്. ലക്ഷ്മിയുടെ തേങ്ങൽ അവൻ്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. എൻ്റെ ഈശ്വര, ഒന്ന് വേഗം കഴിയണേ. ഇങ്ങനെ പരീക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ആ പാവം ചെയ്തത്? ദൈവമില്ല എന്ന് പോലും അവൻ ഓർത്തുപോയി. മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒന്നും ആയില്ല അമ്മേ. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ അമ്മേ? എന്തൊരു പരീക്ഷണമാണ്? അവൻ്റെ ശബ്ദമിടറി. അത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. വൈശാഖൻ കണ്ണുകൾ അടച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. ഈശ്വരനോട് പോലും അവന് വെറുപ്പ് തോന്നി. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പാവം നിഷ്കളങ്കയായ ലക്ഷ്മി, അവൾ എത്ര സമയമായി വേദന കൊണ്ട് പുളയുന്നു. നീ ഇതൊന്നും കാണുന്നില്ലേ എൻ്റെ കണ്ണാ? എന്തൊക്കെ നേർച്ചയായിരുന്നു അമ്മ നേർന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എടുത്ത് ചോറൂണ്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വെണ്ണ നിവേദ്യം. നീ എവിടെ പോയി കണ്ണാ? നീ കാണുന്നില്ലേ അവളുടെ കരച്ചിൽ? അവൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ലക്ഷ്മിയുടെ കൂടെയുള്ളത് ആരാണ്? ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. എല്ലാവരും വേഗം അവരുടെ അടുത്തേക്ക് ഓടി. ഇപ്പോൾ ആകും കേട്ടോ, എല്ലാവരും പ്രാർത്ഥിക്ക്. അത് പറഞ്ഞ് അവർ വീണ്ടും കയറിപ്പോയി. എല്ലാവരും വീണ്ടും കസേരയിലേക്ക് പോയിരുന്നു എങ്കിലും വൈശാഖൻ മാത്രം വാതുക്കൽ നിന്നും മാറിയില്ല. പ്രതീക്ഷയോടെ അവൻ അകത്തേക്ക് നോക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതുപോലെ അവന് തോന്നി. ഈശ്വര, തോന്നലാണോ? അവൻ ഒന്നുകൂടി അകത്തേക്ക് തലയിട്ട് നോക്കി. 1-2 സിസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. പക്ഷേ ഒന്നും വ്യക്തമല്ല. അവൻ്റെ ചങ്കിടിപ്പ് കൂടി. അല്പനിമിഷങ്ങൾക്കകം ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ വൈശാഖൻ, ലക്ഷ്മി ഡെലിവറിയായി, പെൺകുഞ്ഞാണ്. അവർ അത് പറയുകയും ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അവന്. പെൺകുഞ്ഞാണെന്ന്, തൻ്റെ കുഞ്ഞു ലക്ഷ്മി. അവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. അവൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അമ്മയെ വട്ടം പിടിച്ചു. അമ്മേ, അമ്മേ, കുഞ്ഞുണ്ടായി, പെൺകുട്ടിയാണ്. അവൻ്റെ ശബ്ദം വിറച്ചു. സിസ്റ്റർ പറഞ്ഞത് അവർ എല്ലാവരും കേട്ടിരുന്നു. അമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ശേഖരൻ മകൻ്റെ തോളിൽ തട്ടി. അപ്പോഴേക്കും വാതിൽ തുറന്ന് ഒരു സിസ്റ്റർ വന്നു. അവരുടെ കയ്യിൽ കുഞ്ഞും ഉണ്ടായിരുന്നു. സാറിൻ്റെ കയ്യിൽ വേണം ആദ്യം കൊടുക്കേണ്ടത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അവർ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ അവന് നേർക്ക് നീട്ടി. അവൻ തൻ്റെ പൊന്നോമനയെ കൈകളിലേക്ക് വാങ്ങി. റോസാദളം പോലൊരു കുരുന്നു കുഞ്ഞ്. ഈ ലോകത്തേക്ക് വന്നുവെങ്കിലും ആളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ലക്ഷ്മിയായിരുന്നു, തൻ്റെ കുഞ്ഞുലക്ഷ്മി. ചക്കരമുത്ത് ഉറങ്ങുവാണോ? സുമിത്ര കുഞ്ഞിനെ തഴുകി. ശ്യാമളയും ശേഖരനും അശോകനും എല്ലാം കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. വൈശാഖൻ ആ മുത്തിനെ തൻ്റെ ചുണ്ടോട് ചേർത്തു. ഉറക്കത്തിലാണെങ്കിലും ബാവ ഒന്ന് പുഞ്ചിരിച്ചതുപോലെ അവന് തോന്നി. അച്ഛൻ്റെ പൊന്നു മുത്തേ, അവൻ കാതിൽ പതിയെ മന്ത്രിച്ചു.
അവൻ്റെ ശബ്ദം കേട്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് കണ്ണു തുറന്നു. അവനെ നോക്കുകയാണ്. നോക്കിക്കേ ശേഖരേട്ടാ, അവൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞു കണ്ണു തുറന്നു. സുമിത്ര ആഹ്ലാദത്തോടെ പറഞ്ഞു. ചക്കരമുത്തേ, അച്ചപ്പൊന്നെ, വൈശാഖൻ വീണ്ടും വീണ്ടും വിളിച്ചു. ആ ശബ്ദം തിരിച്ചറിഞ്ഞ അതുപോലെ തന്നെയാണ് കുഞ്ഞ് നോക്കുന്നത്. മതി മതി, ഒരുപാട് സമയമായി. ഇനി കുഞ്ഞിനെ പീഡിയാട്രീഷ്യൻ കൊണ്ടുപോയി കാണിക്കണം. അത് കഴിഞ്ഞ് റൂമിലേക്ക് തരാം. സിസ്റ്റർ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീടങ്ങോട്ട് ഫോൺ വിളി കാലമായിരുന്നു. സമയം ഏകദേശം 1 മണിയായി കാണും. എല്ലാവരെയും മാറി മാറി വിളിക്കുകയാണ് ശ്യാമളയും സുമിത്രയും. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. വീണയ്ക്കാണെങ്കിൽ അപ്പോൾ തന്നെ വരണമെന്നുണ്ടായിരുന്നു. വിജിക്കും എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നായിരുന്നു. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഞാനും രാജീവേട്ടനും കൂടി വരാമെന്ന്. സമ്മതിക്കാഞ്ഞിട്ടല്ലേ? ദീപയാണെങ്കിൽ ശ്യാമളയോട് ദേഷ്യപ്പെട്ടു. ലക്ഷ്മിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നായിരുന്നു വൈശാഖന്റെ മനസ്സിലെ ചിന്ത. പാവം ലക്ഷ്മി, അവൾ ഒരുപാട് വേദന തന്നു. ലോകത്തിലെ എല്ലാ സ്ത്രീജനങ്ങളോടും ആദരവ് തോന്നിയ ഒരു നിമിഷം ആയിരുന്നു കഴിഞ്ഞു പോയതെന്ന് അവൻ ഓർത്തു. കുഞ്ഞിനെയാണെങ്കിൽ കൊതിതീരെ കണ്ടുപോലുമില്ല. എന്നാലും തന്നെ തിരിച്ചറിഞ്ഞല്ലോ തൻ്റെ കുഞ്ഞു ലക്ഷ്മി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ ഉണ്ണിക്കണ്ണ, കുറച്ചു മുമ്പ് അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്തൊക്കെയോ മനസ്സിൽ വിളിച്ചു പറഞ്ഞു. ഒക്കെ അറിവില്ലായ്മ കൊണ്ടാണ്, ക്ഷമിക്കണേ. അവൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. വീണയും വിജിയുമൊക്കെ അവനെ മാറി മാറി വിളിച്ചു. ഏട്ടാ, വമ്പൻ ചിലവ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നാളെ നീ ഇങ്ങോട്ട് വാടി വീണേ, ചിലവൊക്കെ തരാം, പോരെ? ഓക്കെ ഏട്ടാ, ഓക്കെ. ലക്ഷ്മിയെ റൂമിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തിരുന്നു. 2 സിസ്റ്റർമാർ വന്നു ബെഡൊക്കെ നന്നായി വിരിച്ചിട്ടു. കുറച്ചു കഴിഞ്ഞതും സ്ട്രെച്ചറിൽ കിടത്തി ലക്ഷ്മിയെ അവർ റൂമിലേക്ക് കൊണ്ടുവന്നു. കുറച്ചു മുമ്പ് അലമുറയിട്ട് കരഞ്ഞ ലക്ഷ്മിയാണോ ഇതെന്ന് അവന് തോന്നിപ്പോയി. എല്ലാവരെയും നോക്കി അവൾ പുഞ്ചിരിച്ചു. വൈശാഖന്റെയും ലക്ഷ്മിയുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം കുഞ്ഞു ലക്ഷ്മിയെ തന്നെ കൊടുക്കാൻ സാധിച്ചല്ലോ. അവൾക്ക് ഇതിൽ പരം മറ്റൊന്നും വേണ്ടായിരുന്നു. വൈശാഖനും അവളെ നോക്കുകയാണ്. അവളുടെ മുഖം ഇടിമിച്ച് എല്ലാം വല്ലാതെ ആയിരുന്നു. എന്തുമാത്രം വേദന അനുഭവിച്ച് കരഞ്ഞ പെണ്ണാണ്. ഇപ്പോൾ ദേ എല്ലാം മറന്നു ചിരിക്കുന്നു. അവളുടെ നെറുകയിൽ 1000 ചുംബനം നൽകാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലാലോ മോനെ. സുമിത്ര മകനെ നോക്കി. കുഞ്ഞാവ ദേ വന്നു കഴിഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റർ അവിടേക്ക് പ്രവേശിച്ചു. സുമിത്രയുടെ കയ്യിലേക്ക് അവർ ഭദ്രമായി കുഞ്ഞിനെ നൽകി. അച്ചമ്മയാണോ അതോ അമ്മമ്മയാണോ? സിസ്റ്റർ ചോദിച്ചു. ഞാൻ അച്ചമ്മയാണ്. ഓക്കെ, അപ്പോൾ അച്ചമ്മയുടെ കയ്യിൽ കുഞ്ഞാവയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചിക്ക് എന്തേലും വിശേഷമുണ്ടെങ്കിൽ പറയണേ. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യിക്കണം കേട്ടോ. ധാരാളം വെള്ളം കുടിക്കണം. ഓക്കെ. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഹാവ്, ഈ മുഖം ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ. ലേബർ റൂമിൽ കിടന്ന് എന്തൊരു കരച്ചിലായിരുന്നു. കുഞ്ഞാവയെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ? ഉവ്. CS ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അനങ്ങാൻ പോലും മേലാതെ സർജിക്കൽ ICUവിൽ കിടന്നേനെ. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പറഞ്ഞതാണ് സിസ്റ്റർ. ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഴ്സിംഗ് റൂമിൽ അറിയിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. സമയം ഏകദേശം 5 മണിയായിരിക്കുന്നു. അശോകനും ശ്യാമളയും കൂടി ബക്കറ്റും കപ്പും ബാസ്ക്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് കയറി വന്നു. വൈശാഖൻ കുഞ്ഞിൻ്റെ അരികിലായി ബെഡിലിരിക്കുകയാണ്. കുഞ്ഞുവാവ സുഖസുഷുപ്തിയിലാണ്. മുഖം മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ. സിസ്റ്റർ ആണെങ്കിൽ നല്ലതുപോലെ കുഞ്ഞാവയെ പൊതിഞ്ഞു കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ എന്നവണ്ണമാണ് കുഞ്ഞ് ഇപ്പോഴും ഉറങ്ങുന്നത്. അവനാണെങ്കിൽ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. നല്ല ഉറക്കത്തിലാണ് അല്ലേ? ശേഖരനും അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഉറക്കമ്മ. മോളെ, തലയിണ മാറ്റിവെച്ച് കിടന്നോ, ഇല്ലെങ്കിൽ തലവേദന വരും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവളുടെ തലയിണ മെല്ലെ മാറ്റി. വെള്ളം വേണോ ലക്ഷ്മി? എപ്പോഴും വെള്ളം കുടിക്കാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ, ഇത്തിരി കഴിയട്ടെ. ഞാൻ കാലത്തെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് മോൾക്കുള്ള ചോറ് കൊടുത്ത് വൈശാഖനെ വിടാം. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചാൽ വയറ്റിലെ ഗ്യാസ് കെട്ടും, സുമിത്ര പറഞ്ഞു. അതാണ് ചേച്ചി നല്ലത്. ഞാനും അത് ചേച്ചിയോട് പറയണം എന്നോർത്ത് ഇരിക്കുകയായിരുന്നു. അല്ല, ശ്യാമളയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? നീയും കൂടെ ഇവിടെ നിൽക്ക്. വിജിയോടോ വീണയോടോ പറഞ്ഞാൽ പോരെ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ ശേഖരേട്ടാ. എന്നാൽ വിജിയോട് വിളിച്ചു പറയാമല്ലേ? ഞാൻ സഹായത്തിന് ഒരു സ്ത്രീയെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. അവർ കാലത്തെ തന്നെ ഇങ്ങോട്ട് വരും ചേട്ടാ. എന്നാലും ഇവള് കൂടി ഇവിടെ നിൽക്കട്ടെ. വൈകിട്ടത്തേക്ക് പോകാം. സുമിത്രയ്ക്കും സന്തോഷമായി. കാരണം കുഞ്ഞിനെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടുപോലുമില്ലായിരുന്നു. ലക്ഷ്മിയാണെങ്കിൽ അപ്പോഴേക്കും പതിയെ മയക്കത്തിലേക്ക് പോയിരുന്നു.
ശേഖരനും അശോകനും കൂടി ഒരു കാലിച്ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. വൈശാഖൻ മാത്രം കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് മാറാതെ ഇരിക്കുകയാണ്. ഉറക്കത്തിൽ കുഞ്ഞിൻ്റെ വിവിധ ഭാവങ്ങൾ മിന്നിമാറുകയാണ്. ഇടയ്ക്കവൾ പേടിച്ച് കരയുന്നത് പോലെയായി. പെട്ടെന്നവൻ കുഞ്ഞിൻ്റെ കയ്യിൽ തട്ടി. കുറച്ചു സമയം കഴിഞ്ഞതും കുഞ്ഞുവാവ കണ്ണുകൾ മെല്ലെ തുറന്നു. വൈശാഖൻ തൻ്റെ പൊന്നോമനയുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി. "തക്കുടു പൊന്നേ." അവൻ കുഞ്ഞിൻ്റെ മടക്കി പിടിച്ചിരുന്ന കൈവിരലുകൾ മെല്ലെ തലോടി. അവനെ നോക്കുകയാണ് കുഞ്ഞുലക്ഷ്മി. "അച്ഛയാടാ, അറിയുമോ?" അവൻ മെല്ലെ ചോദിച്ചു. പെട്ടെന്ന് കുഞ്ഞൊരു കരച്ചിലായിരുന്നു. ലക്ഷ്മി ഞെട്ടി ഉണർന്നു. സുമിത്രയും ശ്യാമളയും ഓടി വന്നു. "എന്താ മോനെ, എന്താ പറ്റിയത്?" "അറിയില്ലമ്മേ, ഞാൻ സിസ്റ്ററെ വിളിക്കാം." അവൻ വെളിയിലേക്ക് ഓടി. സുമിത്ര കുഞ്ഞിനെ കയ്യിലെടുത്തു. "ആ, മൂത്രം ഒഴിച്ചതാണ് ശ്യാമളെ." സുമിത്ര ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കിടത്തി. എന്നിട്ട് മൂത്രമൊഴിച്ച തുണി മാറ്റി. "സിസ്റ്റർ ആരുമില്ല അമ്മേ അവിടെ." വൈശാഖൻ പരിഭ്രാന്തിയോടെ ഓടി വന്നു. അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്തിയിരുന്നു. "ശൂശു വെച്ചതായിരുന്നു, കുഞ്ഞാവ പേടിച്ചു പോയതാ." ശ്യാമള ചിരിച്ചു. "ശോ, കഷ്ടം, എന്നെ വിറച്ചുപോയി." അവൻ വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നിട്ട് മെല്ലെ ലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. "ദേ അമ്മ," അവൻ കുഞ്ഞിനോട് പറഞ്ഞു. ലക്ഷ്മി തൻ്റെ വലം കൈയിൽ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. "ഏട്ടന് സന്തോഷമായോ?" കുഞ്ഞുലക്ഷ്മി വന്നപ്പോൾ അവൾ മെല്ലെ ചോദിച്ചു. ഒരുപാട് 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 സന്തോഷമായി. പക്ഷേ നിന്റെ കരച്ചിൽ, ഹോ, സഹിക്കാൻ പറ്റിയില്ല." "പതുക്കെ പറ." അവൾ പിറുപിറുത്തു. "നിനക്കൊരു ഉമ്മ തരണം എന്ന ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ ഇവർ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട്." "മിണ്ടാതെ ചെറുക്കാ." അവൾ ചിരിച്ചു. അന്ന് വൈശാഖൻ ലീവെടുത്തിരുന്നു. കാലത്തെ 8 മണിയായപ്പോൾ വിജിയെ സുമിത്ര വിളിച്ചു. ചോറ് കൊണ്ടുവരണം എന്ന് പറയുവാനായിരുന്നു. "അമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായി. ചോറെടുത്തിട്ടുണ്ട്. കാലത്തെ എഴുന്നേറ്റ് ഞാനെല്ലാം ഉണ്ടാക്കിയിരുന്നു." "എടീ, ഇപ്പോഴേ ചോറ് കൊണ്ടുവന്നാൽ എങ്ങനെയാണ്? ഉച്ചയാകുമ്പോൾ ചീത്തയാകില്ലേ?" "വീണ വരുമ്പോൾ ഉച്ചയാകും. അവളോടും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചോറ് കൊണ്ടുവരാൻ." "എന്നാ കുഴപ്പമില്ല." സുമിത്ര ഫോൺ വെച്ചു. കാലത്തെ തന്നെ ശേഖരൻ വീട്ടിലേക്ക് പോയിരുന്നു. പറമ്പിൽ ഒരുപാട് ജോലിയുണ്ടായിരുന്നു. തന്നെയുമല്ല, ഉണ്ണിമോളും തനിച്ചാണല്ലോ. സഹായത്തിനായി ശ്യാമള ഏർപ്പാടാക്കിയ രാജമ്മ എന്ന സ്ത്രീയെ കൊണ്ടുവന്നാക്കിയിട്ടാണ് അശോകൻ ഷോപ്പിലേക്ക് പോയത്. ആദ്യം കുഞ്ഞിനെ കാണാൻ വന്നത് വിജിയായിരുന്നു. "അപ്പേടെ പൊന്നേ." അവൾ കുഞ്ഞിനെ കയ്യിലെടുത്തു. "ദേ മോനെ, ഇതാരാ? അനിയത്തിക്കുട്ടിയെ കണ്ടോ?" സുമിത്രയാണെങ്കിൽ വിജിയുടെ കുഞ്ഞിനെ എടുത്തു പിടിച്ചു കുഞ്ഞാവയെ കാണിച്ചു. "ലക്ഷ്മി, ഒരുപാട് വേദന ഉണ്ടായിരുന്നോ?" വിജി അവളോട് ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും നല്ല വേദനയായിരുന്നു ചേച്ചി." "സാരമില്ല, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി നന്നായി റെസ്റ്റ് എടുത്തോണം." "അതെ അതെ, നന്നായി റെസ്റ്റ് എടുത്തോണം. ഇല്ലെങ്കിൽ നടുവേദന വിട്ടുമാറില്ല കേട്ടോ മോളെ." സുമിത്രയും പറഞ്ഞു. "രാജമ്മയ്ക്ക് എല്ലാം നല്ല വശമാ ചേച്ചി. ഒരുപാട് പെൺകുട്ടികളെ രാജമ്മ കുളിപ്പിച്ചിട്ടുള്ളതാ." ശ്യാമള പറഞ്ഞു. 3 മാസത്തേക്കാണോ ശ്യാമളയമ്മേ അവരെ നിർത്തിയിരിക്കുന്നത്?" "അതേ വിജി, അല്ലാതെ എന്നെക്കൊണ്ട് തന്നെ പറ്റില്ലെന്നേ. സുമിത്രേച്ചിക്കൊക്കെ അത് പറ്റും." പിന്നെ അങ്ങോട്ട് ഓരോരോ ആളുകളായി കുഞ്ഞിനെ കാണാനായി വന്നോണ്ടിരുന്നു. വീണയും ദീപയും എല്ലാവരും ചോറുമായിട്ടാണ് വന്നത്. ഉണ്ണിമോൾ പോലും കുഞ്ഞുവാവയ്ക്കുള്ള കുട്ടിയുടുപ്പുമായിട്ടാണ് വന്നത്. വൈശാഖൻ മേടിച്ചു വെച്ചിരുന്ന ലഡുവും സ്വീറ്റ്സും എല്ലാം വന്നവർക്കൊക്കെ കൊടുത്തു. "ചേച്ചി, എനിക്ക് ഈ മാസം ഇതുവരെ ഡൗട്ട് ഉണ്ട് കേട്ടോ." വീണ പതുക്കെ ലക്ഷ്മിയോട് പറഞ്ഞു. "ആണോ? ഹാപ്പി ന്യൂസ് ആണല്ലോ. അമ്മയോട് പറയട്ടെ?" "വേണ്ട ചേച്ചി, ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം." വീണയുടെ മുഖത്ത് നാണത്താൽ കുതിർന്ന ചിരി വിരിഞ്ഞു. കുഞ്ഞിന് ചെറിയ മഞ്ഞ നിറമുള്ളതുകൊണ്ട് 5-ാം ദിവസമാണ് അവർ ഡിസ്ചാർജായി പോയത്. ഒരാഴ്ച കഴിഞ്ഞതും വൈശാഖൻ്റെ ക്ഷമ നശിച്ചു. "ലക്ഷ്മി, നീ വീട്ടിലോട്ട് വാടി. നിന്നെയും കുഞ്ഞിനെയും കാണാതെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാടി?" വൈശാഖൻ അവളോട് ചോദിച്ചു. "ഏട്ടാ, ഞാൻ വരാം. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കട്ടെ. കുളിയൊക്കെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരാം." "ഒരുപാട് ലേറ്റ് ആകല്ലേടി?" "ഇല്ല ഏട്ടാ, ഞാൻ ഉടനെ വരാം." "വാവ എന്തിയേടി? വഴക്കുണ്ടോ?" "ഇല്ല ഏട്ടാ, പാവം നല്ല ഉറക്കത്തിലാണ്." ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം." അവൻ ഫോൺ കട്ട് ചെയ്തു. വേതുവെള്ളത്തിലുള്ള കുളിക്കു മുന്നേ തന്നെ രാജമ്മ കസ്തൂരിമഞ്ഞളും ചെറുപയറു പൊടിയും കൂടി ധാന്യനിറം കുഴമ്പിൽ ചാലിച്ച് ലക്ഷ്മിയുടെ ദേഹത്ത് പുരട്ടും. കയ്യൂന്നിയും കറ്റാർവാഴയും മൈലാഞ്ചി ഇലയും ഒക്കെ ഇട്ട് മുറുക്കി വെച്ചിരുന്ന എണ്ണയാണ് ആദ്യം അവളുടെ തലമുടിയിൽ മുഴുവൻ തേക്കുന്നത്. അത് കഴിഞ്ഞാണ് കുഴമ്പ് തേപ്പിക്കുന്നത്. 1-2 മണിക്കൂറിന് ശേഷമാണ് അവളെ അവർ എന്നും കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും കുഞ്ഞ് ആ സമയത്ത് എഴുന്നേറ്റ് കരയും. ശ്യാമള കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കും. ദീപയും ഉണ്ട് അവിടെ. അതുകൊണ്ട് രണ്ടാളും മാറി മാറി കുഞ്ഞിനെ എടുക്കും.
കുളി കഴിഞ്ഞ് വന്നാൽ ക്യാരറ്റും ആപ്പിളും റോബസ്റ്റ പഴവും കൂടി അടിച്ച ജ്യൂസാക്കി അല്പം തേനും ഒഴിച്ച് രാജമ്മ അവൾക്ക് കുടിക്കാൻ നൽകും. കഷായവും അരിഷ്ടവും ലേഹ്യവും ഒക്കെ കഴിച്ചു ലക്ഷ്മി ആകെ മാറിപ്പോയിരുന്നു. ഇടയ്ക്കെല്ലാം വൈശാഖൻ അവളെ കാണാൻ വരുമായിരുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരും വന്നിരുന്നു.